ഗുഡ് മോർണിംഗ് എവരിബഡി. ഞാൻ ഇന്ന് ഒരു മീറ്റിങ്ങിലുള്ളത്. അപ്പം ആ മീറ്റിംഗ് വിളിച്ചു കൂട്ടാനുണ്ടായ ഒരു പ്രത്യേക സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും നിയമാനുസൃതമല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചാളെ വിളിച്ച് അത് ബോധിപ്പിക്കേണ്ട ആവശ്യം നമുക്ക് വരും. അല്ലെങ്കിൽ അതിൻ്റെ നാച്ചുറൽ പ്രോസസ്സ് അങ്ങനെ നടക്കും. അപ്പോൾ കുറേ അലിഗേഷൻസ് വെച്ചിട്ടും പേപ്പർ വർക്ക് ക്ലിയർ അല്ലാണ്ടും തെമ്മാടിത്തരും ഗുണ്ടായിസൊക്കെ ചെയ്തതുകൊണ്ട് ചില മീറ്റിങ്ങുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം സത്യാവസ്ഥ പറയാനുള്ളൊരു മീറ്റിംഗ് എൻ്റെ യൂട്യൂബ് ചാനൽ പൂട്ടിക്കുന്നതിന് മുന്നേ, അതായത് എൻജിനീയറിംഗ് കോളേജിലെ കുറച്ച് ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്ന യൂട്യൂബ് ചാനൽ പൂട്ടാൻ എക്സ്പേർട്സ് കുറേ ഉണ്ട്, അതിൽ പ്രാവീണ്യം നേടിയവർ. അപ്പോൾ അവരെൻ്റെ ചാനൽ പൂട്ടിക്കുന്നതിന് മുന്നേ തന്നെ എനിക്കിങ്ങനെ ഒരു മീറ്റിംഗ് വിളിക്കേണ്ടി വന്നു. അപ്പോൾ എല്ലാ മിനിസ്റ്റീരിയൽ സ്റ്റാഫ്, ടീച്ചിങ് സ്റ്റാഫ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, ടെക്നിക്കൽ സ്റ്റാഫ്, ഡെയിലി വേജസ് ജീവനക്കാർ എല്ലാവരെയും എൻ്റെ ഈ മീറ്റിങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ മീറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അധ്യക്ഷനും സ്വാഗതം പറയുന്നതും നന്ദി പറയുന്നതും ഇത് നിയന്ത്രിക്കുന്നതൊക്കെ ഞാൻ തന്നെ. കാരണം എൻ്റെ പ്രിൻസിപ്പാളും എൻ്റെ ഓയും എൻ്റെ ക്ലർക്കും എൻ്റെ ഈച്ച് ആൻഡ് എവരിത്തിങ് ഞാനാണ്. കാരണം എനിക്കതിനുള്ള വ്യക്തിത്വമുണ്ട്, എൻ്റെ ഭാഗം ക്ലിയറുമാണ്. അതുകൊണ്ട് എനിക്ക് മറ്റ് സഹപ്രവർത്തകരെ ആവശ്യം ഈ സംഘാടക സമിതിയിൽ വേണ്ട. കേൾക്കാൻ നിങ്ങൾ വേണം. കാരണം എല്ലാവരും കേൾക്കാം, എല്ലാവർക്കും കേൾക്കുന്നത് തന്നെ ഒരു മനസ്സല്ലേ. അപ്പം ഞാൻ പോയിന്റിലേക്ക് വരാം. മീറ്റിങ്ങിൻ്റെ അജണ്ട ഞാൻ പറയാം. കുറച്ച് സമയമെടുത്താലും ദയവ് ചെയ്തെല്ലാവരും എന്നോട് സഹകരിക്കണം. ടീ ബ്രേക്കിന് ശേഷമാണ് കുളി. അതായത് എല്ലാം കഴിഞ്ഞ് ചായ കുടിച്ചതിന് ശേഷം നമുക്ക് കുളിക്കാം. എനിക്ക് ഈ പേപ്പറിൻ്റെ ആവശ്യമില്ല. വളരെ ഹൃദിസ്ഥമായ കാര്യങ്ങളും ഞാൻ എഴുതി കൊടുത്തതുമായ സംഗതികളായതുകൊണ്ട് എനിക്കിതിന് പേപ്പറിൻ്റെ ആവശ്യമില്ല. എന്നാലും ഞാൻ ഇന്നത്തെ അജണ്ടയിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സ്ഥാപനം ആരെങ്കിലും ഇരയ്ക്കും പ്രതിക്കും ഒരേ നീതി. പിന്നെ അതിനെക്കുറിച്ചിട്ടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. പിന്നെ ഞാൻ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതിൻ്റെ ഡേറ്റ്, പരാതി കൊടുത്ത ഡേറ്റ് നിങ്ങളൊന്ന് ബോധിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ കോളേജിൽ നിന്ന് എന്നെ ഒരു 3-4 ടീച്ചേഴ്സ് ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരെ പേര് വിവരം അത് ഞാൻ പറയും. പിന്നെ ഇന്ന് പെട്ടെന്ന് വിളിച്ചൊരു മീറ്റിംഗ് ആയതുകൊണ്ട് കോമൺ ആയിട്ട് വിളിച്ചതാണ്. ഞാൻ നാളെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ മീറ്റിംഗ് വിളിക്കും. പിന്നെ ഇത്രയും അപകീർത്തിയും ഇത്രയും സ്ഥാപനത്തിന് പ്രശ്നം ഉണ്ടാക്കിയ എന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. 2030 മാർച്ച്, ഏപ്രിൽ, മെയ് വരെ ഈ സമരം തുടരും. പിന്നെ എൻജിനീയറിംഗ് കോളേജിൽ അല്ലെങ്കിൽ ഞാൻ 3 സ്ഥാപനത്തിൽ ജോലി ചെയ്തു. 22 വർഷത്തെ സർവീസ് ഉണ്ട്. ഇന്ന് വരെ ഒരു പുരുഷനെതിരെയും ഒരു സ്ഥാപനത്തിലും പരാതി കൊടുത്തിട്ടില്ല. അങ്ങോട്ട് പോയിട്ട് പ്രലോഭിപ്പിക്കാറില്ല. അത്ര ഗതികേടും എനിക്കില്ല, ദാരിദ്ര്യവും എനിക്കില്ല. ഇങ്ങോട്ട് തന്നെയാണ് വരാറ്. ഇനി ഞാൻ എൻ്റെ ഞാൻ കൊടുത്ത പരാതിൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏതെല്ലാം ഡേറ്റിലാണ് ഞാൻ പോയതെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് 12/10/24 എന്നെ ലാബിൽ വെച്ചിട്ട് FIR ഇട്ട പ്രതി ഇൻസ്ട്രുമെൻ്റ് എടുത്തു എറിയുകയും
ശല്യം ചെയ്യുകയും ചെയ്തതിന് ഞാൻ 12/10 എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു പരാതി കൊടുക്കുന്നുണ്ട്. SS വഴി, സെക്ഷൻ ക്ലർക്ക് വഴി, CA വഴി, പ്രിൻസിപ്പാളിന്. ഇങ്ങനെ കൊടുക്കാനുണ്ടായ കാരണം, ഞാൻ പല പ്രാവശ്യം എൻ്റെ വിഷയം ഫസ്റ്റ് ഗ്രേഡോടും HODയോടും പോയി പറഞ്ഞ് മൈൻഡാക്കാത്തത് കൊണ്ടാണ്. മനസ്സിലായല്ലോ. പിന്നെ 30/10/24 എൻ്റെ നഗ്നതയുണ്ടെന്ന് എഴുതി വെച്ചു ചുമരിന്. 30/10/24 ഞാൻ ഇത് സംബന്ധിച്ച് ഇതേപോലെ മേലധികാരിക്കും തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലേക്കും പരാതി കൊടുക്കുന്നു. 6/1/2025 എൻ്റെ ശക്തമായ സമരം കാരണം, അതായത് 10-20 ദിവസത്തോളം പ്രതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. 12 കൊടുത്ത പരാതിയിൽ യാതൊരുവിധ നടപടിയില്ല. ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് ഒരു 20 ദിവസത്തോളം നടപടി, ഒരു വാണിംഗ് ലെറ്ററോ മെമ്മോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ശക്തമായിട്ട് കോളേജ് ഗേറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നു. 2, 3 4, 5 തീയതികളിൽ. അതിൻ്റെ ഭാഗമായിട്ട് 6-ാം തീയതി 6/1/25 FIR ഇട്ടു. പിന്നെ ഈ 6/1 FIR ഇട്ടിട്ടും പ്രതി സസുഖം എൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്നു. രജിസ്റ്ററിൽ ഒപ്പിട്ട രേഖ എഞ്ചിനീയറിംഗ് കോളേജിലെ രജിസ്റ്ററിലുണ്ട്. അപ്പം ഞാനൊരു കാര്യമുണ്ട്, വീണ്ടും ഈ കോളേജിൽ ഇയാൾ വരുന്നതും ഇയാൾ എന്നെ ദ്രോഹിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പ്രിൻസിപ്പാളിന് വീണ്ടും പരാതി കൊടുക്കുന്നു. ആരിക്ക്? പ്രിൻസിപ്പാളിന് ഞാൻ വീണ്ടും പരാതി കൊടുക്കുന്നു. ആ പരാതി ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത് 15/1 15/1 ഞാൻ വീണ്ടും പരാതി കൊടുക്കുന്നു. ആ പരാതിയിൽ ഫസ്റ്റ് ഗ്രേഡ് ഉണ്ട്, HOD ഉണ്ട്, പ്രിൻസിപ്പാളുണ്ട്, സിവിൽ HOD. കാരണം ഇവരോട് പലവട്ടം പറഞ്ഞിട്ടും ഇയാളെ രജിസ്റ്ററിൽ ഒപ്പിടിക്കും, എന്നെ ഫൈറ്റ് ചെയ്യാൻ ഇൻഡയറക്റ്റായിട്ട് ഏൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് വീണ്ടും ഞാൻ തളിപ്പറമ്പ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. അടുത്തത് ഇത്രയും പ്രശ്നമായപ്പോൾ ഇങ്ങനെ പരാതി കൊടുത്തു, ഇത്രയായി, എന്നിട്ടും ഇയാൾ വിലസിയപ്പോൾ ഞാൻ 31 തീയതി പ്രിൻസിപ്പാളെ ക്യാബിനിൽ ശക്തമായിട്ട് ഇയാൾ എൻ്റെ ദേഹത്ത് തുപ്പിയതുകൊണ്ട്, നടന്നു പോകുമ്പോൾ തുപ്പിയതുകൊണ്ട് ഞാൻ വീണ്ടും അവിടെ പോയിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അവതരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, താങ്കളും അയാളും ഇവിടുത്തെ എംപ്ലോയിയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന്. CCTV ഉണ്ടല്ലോ. ഇത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനൊരു തീരുമാനം, ഒന്നിക്കിൽ അവൻ അല്ലെങ്കിൽ ഞാൻ, എന്നിട്ടേ ഞാൻ പോകുമെന്ന് പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉച്ചക്ക് 1:30 31/1/25 ഉച്ചക്ക് ഇവനെതിരെ സസ്പെൻഷൻ അടിക്കുന്നു. 1:30 ഈ 1:30 ഇങ്ങനെ അടിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ പ്രതിഷേധം അവസാനിപ്പിച്ചു. പിന്നീടുള്ള ശനി ഞായറും കഴിഞ്ഞ് തിങ്കൾ എന്ന് പറഞ്ഞാൽ 3/1/25 കോളേജിൽ ഞാൻ ചെന്നപ്പോൾ ഉച്ചക്ക് 11:30 OA വഴി എന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തേക്ക് റിലീവാക്കി എനിക്ക് ട്രാൻസ്ഫർ അടിച്ചു. 3-ാം തീയതി അതവിടെ കഴിഞ്ഞു. ഞാൻ 4/1 164 കൊടുത്തു കോടതിയിൽ. 164 കൊടുത്ത് 15/2 വീണ്ടും എനിക്ക് സസ്പെൻഷൻ. അത് കാരണം പറഞ്ഞിരിക്കുന്നത് DTയിൽ ലഭിച്ച മെയിൽ പരാതി. അതാണ് എൻ്റെ സസ്പെൻഷൻ്റെ ഒറ്റ കാരണം. പിന്നെ ഇതാണ് എനിക്ക് പ്രാഥമികമായിട്ട് നിങ്ങളോട് പറയാനുള്ള ഡേറ്റുകൾ. റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കാണാം, അപ്പോൾ ആ ഡേറ്റ് എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടും. പിന്നെ ഈ നമ്മൾ പറയില്ലേ, പറയിപ്പിക്കുന്ന അകത്തുള്ള മഴവെടുത്ത് കാക്കിട്ടു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഇതൊക്കെ
ഒരു തരം ഗുണ്ടായിസത്തിൻ്റെയും ഒരു തരം പാർട്ടി സപ്പോർട്ടിൻ്റെയും ഒരു തരം തെമ്മാടിത്തരത്തിൻ്റെയും ഭാഗമായിട്ട് രാജേഷ് കെ എൻ എന്ന പ്രിൻസിപ്പാളും വന്ദന ശ്രീധരൻ എന്ന HODയുടെയും നേതൃത്വത്തിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന കാര്യങ്ങളാണ്. വളരെ ബഹുമാനപ്പെട്ട രണ്ട് വ്യക്തികൾ. ആര്? രാജേഷ് കെ എൻ എന്ന ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാളും വന്ദന ശ്രീധരൻ എന്ന ബഹുമാനപ്പെട്ട HODയും. പിന്നെ ഇവരെ വിവരമറിയിക്കാൻ പല പ്രാവശ്യം ഞാൻ സമീപിച്ച വളരെ 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 ബഹുമാനപ്പെട്ട ഫസ്റ്റ് ഗ്രേഡ് രാജേഷ് കെ. അപ്പം ഇവർക്ക് മൂന്നാളുമാണ് എൻ്റെ കാര്യത്തിന് അറിയാത്ത വിശദീകരണം കൊണ്ട് മീറ്റിംഗ് വിളിച്ച് നടക്കുന്നത്. ഇതാണ് ഞാൻ കൊടുത്ത പരാതിൻ്റെ ഡേറ്റ്. ഈ വീഡിയോ നിങ്ങൾ ആവർത്തിച്ച് കണ്ട് ഡേറ്റിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എടുക്കുക. ഡേറ്റിലല്ല, സംസാരിച്ചതിൽ. എന്നിട്ട് നിങ്ങളൊരു വിവരാവകാശം വാങ്ങുക. ഉത്തരവാദിത്തപ്പെട്ട ഒരു വിവരാവകാശം വാങ്ങുക. എന്നിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കോളേജിനെതിരെ അലിഗേഷൻസും അപമാനപ്പെടുത്തലും പിന്നെ മറ്റ് ജീവനക്കാരെ അപമാനിക്കാനോ ഇതൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്കെതിരെ നിയമ നടപടി എടുത്തോ. പിന്നെ നിങ്ങൾ അകാരണമായിട്ട് പുറത്തേക്ക് ഇടുമ്പോൾ അത് വാങ്ങിപ്പോന്ന ആൾ ഞാൻ അതല്ല. എൻ്റെത് റോയൽ ബ്ലഡാണ്. മനസ്സിലായല്ലോ? ഞാൻ നല്ലൊരു 1.5 റോയൽ ബ്ലഡിൻ്റെ ഉടമയാണ്. എന്നെ അങ്ങനെ നിങ്ങൾക്ക് തകർക്കാനാവൂല. പിന്നെ ഏറ്റവും മുതിർന്ന വക്കീലിനെ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ എന്താണെന്നറിയോ? ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുന്ന കേസാണ്, നാളെ തന്നെ പോയി ജോയിൻ ചെയ്യാന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് വക്കീലിനെ കണ്ടിട്ട് ഉള്ള വിജയം എനിക്ക് വേണ്ട. എല്ലാവരും പേടിച്ച് വക്കീലിനെ കാണാനും എല്ലാവരും പേടിച്ച് അകത്തിരുന്നാലും ഇനിയുള്ള സമൂഹത്തിന് നീതി കിട്ടൂല. അത് കിട്ടൂലല്ലോ. അതായത് നിയമത്തിൻ്റെ വഴിക്ക് പോയിട്ട് നീതി വാങ്ങേണ്ട ആവശ്യം എനിക്കില്ല. കാരണം നിയമത്തിൻ്റെ വഴിയല്ല എന്നെ പുറത്താക്കിയത്, നിയമത്തിൻ്റെ വഴിയല്ല എന്നെ ട്രാൻസ്ഫർ ആക്കിയത്, നിയമത്തിൻ്റെ വഴിയല്ല എന്നെ സസ്പെൻഷൻ ചെയ്തത്. പിന്നെ നിയമത്തിൻ്റെ വഴി അനുസരിച്ചല്ല ഇവർ ഇരയെ ദ്രോഹിക്കുന്നത്. നിയമത്തിൻ്റെ വഴിയല്ല ഇവർ പ്രതിക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നത്. ഓക്കെ. പിന്നെ വേറെ 2 കുട്ടികളും ഇവനെതിരെ പരാതി കൊടുത്തത് ബഹുമാനപ്പെട്ട HOD അന്തസ്സായിട്ട് കോളേജിൽ വെച്ച് മുക്കിയിട്ടുണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ അതിൻ്റെ രേഖയൊക്കെ ചോദിച്ച് വാങ്ങണം. എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് ഇവരൊന്നും പുറകെ പോയിട്ട് ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല. മനസ്സിലായല്ലോ? പിന്നെ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, 12-ാം തീയതി കൊടുത്ത പരാതിക്ക്, ഡിസംബർ 12-ന് കൊടുത്ത പരാതിക്ക് നവംബർ 15 വരെ കോളേജിൽ ഒരു ഇൻറ്റേർണൽ കമ്മിറ്റി ഉണ്ട് എന്ന് പറയുന്നു. ഒരു ചട്ടുക ടീം, 4 ആൾ. ഈ ചട്ടുക ടീമിൽ ഒരാൾ തന്നെ എന്നോട് പറഞ്ഞു, മിസ്സേ ഞാൻ ഹെൽപ്ലെസ് ആണ്, അതൊരു കമ്മിറ്റിയാണ്, ഒരു സിസ്റ്റം, 5 ആളിരിക്കുന്ന ഒരു സിസ്റ്റം. അതൊന്നും എനിക്ക് മാത്രമായിട്ട് പുറത്തേക്ക് വന്നൊന്നും ചെയ്യാൻ പറ്റില്ല. വെരി സോറി, ഐ ആം ഹെൽപ്ലെസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെപ്പോഴാണ് വിളിക്കുന്നത്? ചുമരു എഴുതി ശരീരത്തിൽ ഉപദ്രവിച്ചതിൻ്റെ പരാതി കൊടുത്തിട്ട് എടുക്കാതെ, 12-ാം തീയതി കൊടുത്ത പരാതി അതെടുക്കാതെ 30-ാം തീയതി എഴുതാനൊക്കെ ഉള്ള ഒരു അവസരമൊക്കെ കൊടുത്ത്, ഇതിൻ്റെ ഇടയിൽ ഫസ്റ്റ് ഗ്രേഡ് രാജേഷ് കെ പ്രതിൻ്റെ മുന്നിൽ തന്നെ ഷൗട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ തളിപ്പറമ്പ് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഇൻറ്റേർണൽ കമ്മിറ്റി പരാതി എടുത്തത്. മനസ്സിലാക്കണം. എന്നിട്ട് ആ മീറ്റിങ്ങിൽ തുടക്കത്തിൽ ഒരു മുൻകൂർ ജാമ്യം എടുത്ത് ഒരു പരാതി കിട്ടിയ 90 ദിവസം സമയമുണ്ട് എന്ന്. ആയിക്കോട്ടെ, നിയമത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ. പിന്നെ ഈ പരാതി ഞാൻ ഒപ്പിട്ട് വാങ്ങി, ഞാൻ സമരിയിരിക്കുമ്പോൾ വീണ്ടും അപ്പോഴ് എന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ബോധിപ്പിക്കാമെന്ന്. ഉടനെ 16-ാം തീയതി ഈ കമ്മിറ്റിയിലെ റിപ്പോർട്ട് ഞാൻ അംഗീകരിക്കുന്നില്ല എന്നും പുനർ നടപടി ഒന്നും കൂടി എന്നെ കേൾക്കാൻ തയ്യാറാവണമെന്നും മേലാൽ ഇതുപോലില്ല കമ്മിറ്റീൻ്റെ മേലെ വരാൻ തയ്യാറല്ല, പുതിയൊരു കമ്മിറ്റി വേണം. അതായത് ഒരു സ്ത്രീൻ്റെ പരാതി ഭംഗിയായിട്ട് മുക്കുമ്പോൾ അതേ കമ്മിറ്റിയിൽ ഇനി ഞാൻ പോകുന്നതിൽ നീതിയില്ല. ഇതിൻ്റെ മേലെ എന്നെ വിളിക്കരുത്. പുതിയൊരു കമ്മിറ്റി അത്രയും പെട്ടെന്ന് അതിൽ വേറെ ആരെങ്കിലും കൂടി ഉൾപ്പെടുത്തിയും കൊണ്ട് വളരെ സത്യസന്ധമായിട്ട് എന്നെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും ഒരു പരാതി കൊടുക്കണം.
16-ാം തീയതി ഇൻറ്റേർണൽ കമ്മിറ്റിക്കെതിരെ. അതിന് ഈ സമയം വരെ ഒരു മറുപടിയും ഈ സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇവർക്കെതിരെ തളിപ്പറമ്പ് പോലീസിൽ പരാതി കൊടുത്തിട്ട് 1 മാസമായി. ഇന്ന് വരെ തളിപ്പറമ്പ് സ്റ്റേഷനിൽ ഒരു ആക്ഷൻ ഉണ്ടായിട്ടില്ല. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഒരു പരാതി ഉണ്ടായിട്ടില്ല. പിന്നെ ഈ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് ടെസ്റ്റിംഗ് അഴിമതി, പിന്നെ യോഗ്യതയില്ലാത്തവർ സൈൻ ചെയ്ത് റിസൾട്ട് കൊടുക്കൽ, ഒരുപാട് പൊളിറ്റിക്സിൻ്റെ മേലെ ഓഫീസിലും എക്സാം സെക്ഷനിലും ഒക്കെ ആൾക്കാരെ തിരികെ കയറ്റൽ, 10-20 വർഷം ജോലി ചെയ്തിട്ട് കോളേജിൽ നിന്ന് പോയ സംഘടനാ നേതാക്കന്മാരെ മോനെ തിരികെ കയറ്റുക, അതേ ക്വാർട്ടേഴ്സിൽ മോൻ താമസിക്കുക. ഇങ്ങനെയൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരുപാട്, ഒരു വീഡിയോ അല്ല, ഒരു മീറ്റിംഗ് അല്ല, 6 മാസം വിളിച്ചാൽ തീരാത്ത, ഈ മീറ്റിംഗ് വിളിച്ചാൽ തീരാത്ത അത്രയും അലിഗേഷൻസ് എനിക്ക് നേരിട്ട് അറിയുന്നത് പറയാനുണ്ട്. പിന്നെ നിങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു വിവരാവകാശം ചോദിച്ചിട്ട് ശ്രീലത NK ട്രേഡ് ഇൻസ്ട്രക്ടർ സിവിൽ, ഇവർ ടെസ്റ്റിങ്ങിൻ്റെയും കൺസൾട്ടൻസിൻ്റെയും ഭാഗമായിട്ട് എത്ര ക്യാഷ് കൈപ്പറ്റിയിട്ടുണ്ടെന്ന് നിങ്ങളൊരു വിവരാവകാശം ചോദിക്കണം. ഉത്തരം 0 ആയിരിക്കും. നിങ്ങളൊന്നത് ചോദിക്കണം. മറ്റ് സ്റ്റാഫൊക്കെ എത്ര വാങ്ങിയെന്നും കൂടി ചോദിക്കണം. എന്നാലല്ലേ അതിന് പ്രാധാന്യമുള്ളൂ. എപ്പോഴും പ്രാധാന്യം വരുന്നത് ഈക്വലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. എന്ത് കാര്യത്തിനും മോശമായ ഭാഗം മോശമാണെന്നും നല്ലത് നല്ലതാണെന്നും, ഒരു സ്നേഹത്തിൻ്റെ കാര്യമായാലും സഹകരണത്തിൻ്റെ കാര്യമായാലും നിങ്ങൾ എന്നോടെങ്ങനെ തിരിച്ചങ്ങോട്ടും. അല്ലാതെ വൺ സൈഡ് അടിച്ചേൽപ്പിക്കാൻ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ 7 വർഷം മുന്നേ മരിച്ച എൻ്റെ അച്ഛൻ ഒന്നും കൂടി വരണം. അച്ഛനെ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയാം. എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഈ കോളേജിൽ നിന്ന് ഒരു പുഴു പോലും എന്നെ വിളിച്ചിട്ടില്ല, എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല. ബാക്കി സർവീസിൽ നിന്ന് പോയി മരിച്ച ആളടുത്തേക്ക് വരെ പോവാൻ സർക്കാർ വണ്ടിയിൽ ഇവർ പോവാറുണ്ട്. പിന്നെ എനിക്കെതിരെ നിയമസഹായത്തിന് പോകുന്നത് ഒരിക്കലും PTA ഫണ്ട് ആവരുത്. PTA ഫണ്ട് കാരണം അത് എത്രയോ സാധാരണക്കാരെ നാടൻ പണിയെടുക്കുന്ന, പറമ്പിൽ കിളക്കുന്ന, എത്രയോ കേരളത്തിന് വെളിയിൽ പോയി അധ്വാനിച്ച് കുടുംബത്തിനെ നാട്ടിൽ നിർത്തി അധ്വാനിക്കുന്നവരെ വേർപ്പാണ് PTA ഫണ്ട്. അത് തൊട്ടിട്ട് നിങ്ങൾ എനിക്കെതിരെ 1 രൂപ പോലും നീങ്ങരുത്. നിങ്ങൾ വിളിക്കുന്ന മീറ്റിങ്ങിലെ ചായ വരെ നിങ്ങൾ കുടിക്കരുത്. PTA ഫണ്ട് തൊട്ടിട്ടുള്ള 1 രൂപ നിങ്ങൾ അനുഭവിക്കാൻ പാടില്ല. ശ്രീലതയ്ക്ക് എതിരെ നിങ്ങൾ ഇതിന് പോകുമ്പം നിങ്ങൾ ആരാണോ പ്രതി, അവർ പിരിച്ചെടുക്കണം പൈസ. PTA ഫണ്ടെന്ന് പോകരുത്. അത് എത്രയോ പാരൻസിൻ്റെ എത്രയോ കാലത്തെ ചോരി നീരുവാണ് ആ മക്കളും അവരെ വിദ്യാഭ്യാസവും അവരെ PTA ഫണ്ടും. അത് തൊട്ടിട്ട് നിങ്ങൾ കളിക്കരുത്, കേട്ടല്ലോ. അത് തൊട്ടിട്ടല്ല നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ എനിക്ക് സസ്പെൻഷൻ കാലാവധിയിൽ നിങ്ങൾ ശമ്പളം തരാൻ പാടില്ല, സർക്കാർ. കാരണം ഞാൻ ജോലി ചെയ്യാതെ 1 രൂപ വാങ്ങാൻ എനിക്ക് അർഹതയില്ല. ഇത് സാധാരണക്കാരൻ്റെ ടാക്സാണ്. ജോലി ചെയ്യാതെ നിങ്ങൾ എനിക്ക് 6, 10, 4 മാസം തരുന്ന പൈസ സാധാരണക്കാരുടെ ടാക്സാണ്. അത് നിങ്ങൾ എടുത്തിട്ട് എനിക്ക് ശമ്പളം തരാൻ പാടില്ല. വട്ടപൂജയായിരിക്കണം എൻ്റെ ബെനിഫിറ്റ്. സസ്പെൻഷൻ കാലയളവിൽ നിങ്ങൾ എനിക്ക് 1 രൂപ തരാൻ പാടില്ല. അഥവാ അങ്ങനെ തരുന്നുണ്ട്, അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അതായത് സാധാരണ ജനങ്ങളെ, സർക്കാർ ജീവനക്കാരല്ലാത്ത ജനങ്ങളെ, പൊതുജനങ്ങളെ ടാക്സ് എടുത്തിട്ട് നിങ്ങൾ ഒരു തരത്തിലും ജോലി ചെയ്യാത്ത എനിക്ക് സസ്പെൻഷൻ കാലാവധിയിൽ പൈസ തരരുത്. എനിക്കെതിരെ നിയമസഹായം നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസ പിരിച്ചെടുക്കണം. ഞാൻ പോകുന്നത് എൻ്റെ പൈസ കൊണ്ടാണ്, ജനങ്ങളെ പൈസ കൊണ്ടല്ല. നിങ്ങൾ ജനങ്ങളെ പൈസ കൊണ്ട് PTA ഫണ്ട് എടുത്തിട്ട് പോവരുത്. എനിക്കെതിരെ നിയമസഹായത്തിന് നിങ്ങൾ സർക്കാർ വക്കീലിനെ തേടരുത്. അതൊക്കെ ഖജനാവ് എന്നുള്ള പൈസയാണ്. അതൊക്കെ സാധാരണക്കാരുടെ ടാക്സാണ്. മനസ്സിലായല്ലോ? ഇതൊക്കെ സാധാരണക്കാരുടെ ടാക്സാണ്. അതെടുത്തിട്ട് നിങ്ങൾ കളിക്കരുത്. മനസ്സിലായോ? ഓരോ പ്രാവശ്യം കൂടുന്ന മീറ്റിങ്ങും, ഓരോ പ്രാവശ്യം ഒരാളെ എങ്ങനെ തകർക്കണമെന്നും, ഓരോ പ്രാവശ്യം ഓരോരാളെ ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ച് ട്രാൻസ്ഫർ ആക്കുമ്പോഴും എല്ലാം പോകുന്നതും, ഓരോ പ്രാവശ്യം മീറ്റിംഗ് വിളിക്കുമ്പോൾ ഉണ്ടാവുന്ന ചായയും സൽക്കാരങ്ങളും
എല്ലാം പി ടി എ ഫണ്ടെന്ന്. ഇത് ഏതൊക്കെയോ പേരൻസിൻ്റെ ചോര നീരാക്കിയ വെള്ളമാണ്, ചോര വെള്ളായ പൈസയാണ്. ഇതെടുത്തിട്ട് കോളേജിലെ മീറ്റിങ്ങിന് ചായ കുടിക്കാനും ഈ ശ്രീലതയ്ക്ക് വേണ്ടിയിട്ടൊരു മീറ്റിംഗ് വിളിച്ചിട്ട് ഇലക്ട്രിസിറ്റീൻ്റെ പവർ ആ എനർജി വേസ്റ്റാക്കാനും പി ടി എ ഫണ്ടെന്ന് ചായ കുടിക്കാനും ഉളുപ്പില്ലേ നിങ്ങൾക്ക്? ഞാൻ ഇത്രയ്ക്ക് പ്രാധാന്യമുള്ളൊരു വ്യക്തിയാണോ കോളേജിൽ? ആണോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അച്ഛൻ പത്തായത്തിലില്ല, ഞാൻ കുമ്പളങ്ങ കട്ടിട്ടില്ല എന്ന് പറയുന്നതിനെ കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അത് നിങ്ങൾ പറ. അതിൽ ഉളുപ്പില്ലാണ്ട് ചായ കുടിച്ചവരോടാ ചോദിക്കുന്നു. ഏത് ഫണ്ട് എടുത്തിട്ടാണ് ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് അവൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ടാണോ നിങ്ങൾ ചായ കുടിച്ചത്? സംസ്ഥാന സർക്കാരിൻ്റെ കറണ്ടും ഫാനും ലൈറ്റും ഓഡിറ്റോറിയത്തിൽ ഉപയോഗിച്ചത് നിങ്ങൾ ആരെ സമ്മതത്തോടു കൂടിയാ? എന്തിനാ നിങ്ങളിങ്ങനെ ഖജനാവ് കൊള്ളയടിക്കുന്നത്? എന്തിനാ നിങ്ങൾ സാധാരണക്കാരുടെ പൈസ എടുത്തിട്ട് ഇങ്ങനെ വിലസുന്നത്? നിങ്ങളെ പി ടി എ കമ്മിറ്റിക്ക് എന്ത് വാലിഡിറ്റിയാണ് ഉള്ളത്? എന്ത് വാല്യൂ ഉള്ളത്? ഈ കോളേജിൽ എത്ര അധ്യാപകരെയും അനധ്യാപകരെയും ടെക്നിക്കൽ സ്റ്റാഫിനെയും രാജേഷ് കെൻ്റെ നേതൃത്വത്തിൽ ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ച് ഒഫീഷ്യൽ നടപടി നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്? ഒന്ന് പറയോ? സാധാരണ ഒരു പൗരൻ എന്നുള്ള നിലയിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങളോട്. ശ്രീലതേൻ്റെ ഭാഗം തെറ്റാണെന്നും മേലധികാരിൻ്റെ ഭാഗം ശരിയാണെന്നും ന്യായീകരിക്കാൻ വേണ്ടി പി ടി എ ഫണ്ടെന്ന് ചായ കുടിച്ചുകൊണ്ടൊരു മീറ്റിംഗ്, സർക്കാരിൻ്റെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടൊരു ഓഡിറ്റോറിയം ഫുൾ ഉപയോഗിക്കാം, കറണ്ട് ഫാനും ഇട്ടിട്ട്. എന്താണ് ഇവിടെ നടക്കുന്നത്? നിങ്ങളോട് ചോദിക്കാൻ ആളില്ലാത്തത് കൊണ്ടല്ലേ? നിങ്ങളെ ചോദ്യം ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ടല്ലേ? അല്ലേ? ഇനി എൻ്റെ വകയായിട്ട്, വ്യക്തിപരമായിട്ട് എൻ്റെ വകയായിട്ട് നിങ്ങളൊരു ചായ കുടിച്ചു, ടീ ബ്രേക്ക്. അതിനുശേഷം നമ്മളിതിൻ്റെ ഒരു ഭാവി പരിപാടി നിങ്ങളോട് പറയുന്നതാണ്. ചായ കുടിക്കാം. ചായ കുടിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചായ കുടിച്ചവരെല്ലാം മീറ്റിങ്ങിലേക്ക് കയറിയിരിക്കാം. ഇനി പറയാനുള്ളത് എന്താന്ന് പറഞ്ഞാൽ, പലരും ചോദിക്കുന്നുണ്ട്, നഗ്നത കാണിക്കാനാണ് കുളിക്കുന്നത്, എന്തിനാ താങ്കൾ കുളിക്കുന്നത്, ആർക്കെതിരെ കുളിക്കുന്നത് എന്ന്. ഞാൻ കുളിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 ആഴ്ച. വിശദീകരണമാണ്. കുളിക്കാനുള്ള കാരണം എൻ്റെ നഗ്നതയും കുളിസീനും യൂട്യൂബിലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ സസ്പെൻഷൻ അടിച്ചതും ട്രാൻസ്ഫർ അടിച്ചതും. അപ്പം ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി ചെയ്തതുകൊണ്ട് അത് തന്നെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഈ വ്യത്യസ്തമായ രീതി സ്വീകരിക്കാനുള്ള കാരണം. ഇതിപ്പോൾ പലർക്കും അറിയുന്നില്ല എന്താണ് ഈ കുളീൻ്റെ ഉദ്ദേശം എന്ന്. കുളീൻ്റെ ഉദ്ദേശം, ഇന്നിപ്പം ഞാൻ കുളിക്കുന്നത് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ മുഴുവൻ ജീവനക്കാരെ മുന്നിലുമാണ് ഈ ഇന്നത്തെ കുളി. പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു നിലയിലേക്ക് ഇങ്ങനെ ഒരു പ്രതിഷേധവും എന്നെ ഇത്രമാത്രം ഹെൽപ്പ് ചെയ്യുന്ന 2-3 ആൾക്കാർ കോളേജിലുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത്? എഞ്ചിനീയറിംഗ് കോളേജിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നും അവരാണ് എന്നെ ഈ സ്ഥലത്തേക്ക് എത്തിച്ചതെന്നും എനിക്ക് ഇത്രയും ശക്തി പകർന്നതെന്നും എന്നെ ഇതുപോലൊരു പ്രതിഷേധത്തിന് പ്രേരിപ്പിച്ചതും എനിക്കിങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കി തന്നതൊക്കെ 2-3 അധ്യാപകരെ സഹായത്തോടെയാണെന്ന് നിങ്ങളോട് ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളും എൻ്റെ നാട്ടിലും
ജോലി സ്ഥലത്തുമായിട്ട് ദ്രോഹിച്ചവരെയൊക്കെ തുറന്നു കാണിക്കാനുള്ള ഒരു സ്പേസ് ആയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യണം. കേരളത്തിലെ മുഴുവൻ സർക്കാർ ഓഫീസിൽ, എസ്പെഷ്യലി കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ, ഇവർക്ക് ഒരു വർഷത്തെ എസ്പെഷ്യലി സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ നടക്കുന്ന അഴിമതി ഒരുപാടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടെത്തണം. പിന്നെ ഭാര്യേൻ്റെ പേരിലോ ബന്ധുക്കളുടെ പേരിലോ എത്ര ആൾ റിയൽ എസ്റ്റേറ്റ് നടത്തുന്നുണ്ടെന്ന് ഒന്ന് നിങ്ങൾ അന്വേഷിക്കണം. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് PF എന്ന് പൈസ എടുത്തിട്ട് കൊള്ള പലിശക്ക് പുറത്ത് കൊടുക്കുന്ന എത്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ടെന്നും എഞ്ചിനീയറിംഗ് കോളേജിൽ എത്ര ആളുണ്ടെന്നും കൂടി നിങ്ങൾ അന്വേഷിക്കണം. പിന്നെ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ രജിസ്റ്ററിൽ ഒരു തരത്തിലും മാച്ചല്ലാത്ത കുറേ ഒപ്പുകൾ കിട്ടും 2024. പിന്നെ രാവിലത്തെ ഒപ്പ് ഉച്ചക്കിടുന്നവരെയും എല്ലാം CCTVയിൽ പതിഞ്ഞിട്ടുണ്ടാവും. ഇതെല്ലാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ജീവനക്കാർ ദയവ് ചെയ്തിട്ട് സംഘടിപ്പിക്കണം. വിവരാവകാശം വഴിയല്ല, നിങ്ങൾക്ക് നേരിട്ട് പോയാൽ കിട്ടും. നിങ്ങളാണല്ലോ ഭരിക്കുന്നത്, നിങ്ങൾക്ക് നേരിട്ട് പോയാൽ കിട്ടും. ഓക്കെ, അപ്പം അതൊക്കെ നിങ്ങൾ എടുക്കണം. പിന്നെ അതെ, ഭാര്യേൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ നടത്തുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഈ എരക്കും പ്രതിക്കും ഇന്ത്യയിൽ സുപ്രീം കോടതിയിൽ ലോകത്തൊരു നിയമവ്യവസ്ഥയിലും എരക്കും പ്രതിക്കും ഒരേ ശിക്ഷ ഉണ്ടാവില്ല. വെറുതെ വിട്ട കേസുണ്ട്, പ്രതിനെ ശിക്ഷിച്ച കേസുണ്ട്. എരക്കും പ്രതിക്കും ഒരേ ശിക്ഷ നൽകിയ ഏറ്റവും ഹൈലൈറ്റ് കോടതിയാണ് ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ പിന്നെ DT, നമ്മളെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രീൻ്റെ കീഴിലുള്ള സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എരക്കും പ്രതിക്കും ഒരേ നീതി, ഒരേ ശിക്ഷ വാങ്ങിക്കൊടുത്ത ലോകത്തിന് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മളെ പിന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട വിനീത വിധേയായിട്ട് പറയുന്നു നമ്മളെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. അവർ അണ്ടറിലുള്ള സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഇന്ത്യൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് എരയ്ക്കും പ്രതിക്കും ഒരേ നീതി നടപ്പാക്കിയ ഒരു കോടതിയാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിൻ്റെ കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പാളെ നിർദ്ദേശപ്രകാരം CPMൻ്റെ ഗുണ്ടായിസ പ്രകാരം നീതി പ്രതിക്കും ഇരക്ക് നീതിയില്ലാതെ പ്രതിക്കും ഇരക്കും ശിക്ഷ നടപ്പാക്കിയൊരു ഹൈ ഫെസിലിറ്റിയാണ് ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. മെയിൽ റിട്ടയർഡ് ആവുന്ന ഡയറക്ടർ ഇതിനെല്ലാം ഉത്തരം പറയേണ്ടി വരും. മെയിൽ റിട്ടയർഡ് ആവുന്ന ഡയറക്ടർ. പിന്നെ നിങ്ങൾ സർക്കാർ ഖജനാവോ, പിന്നെ ഇത് വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ പറയുന്നതിൻ്റെ പ്രതിഷേധമാണ്. നിങ്ങൾ സർക്കാർ ഖജനാവോ PTA ഫണ്ടോ എടുത്തിട്ട് എനിക്കെതിരെ നിയമ പോരാട്ടം നടത്തരുത്. പിന്നെ എനിക്ക് സുപ്രീം കോടതി വരെ പോവാനും ഹൈക്കോടതിയിൽ പോവാനും ഈ ലോകത്തെ ഏറ്റവും വലിയ വക്കീലിനാക്കാനും കേരളത്തിലോ ഇന്ത്യയിലോ ഏറ്റവും വലിയ വക്കീലിനാക്കാനും സുപ്രീം കോടതി വരെ പോവാനും എനിക്ക് നിയമസഹായം നൽകാൻ, അതായത് CPMൻ്റെ ഗുണ്ടായിസം കാരണം വർക്ക്ഷോപ്പ് പൂട്ടിയവരും ഹോട്ടൽ പൂട്ടിയവരും പിന്നെ പശു പന്നി ഇതൊക്കെ വളർത്തിയിട്ട് ഉപജീവന മാർഗം കഴിച്ചവരെല്ലാം ഇല്ലാത്ത കാരണം പറഞ്ഞിട്ട് മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ഭരിക്കുന്ന CPMൻ്റെ ഗുണ്ടായിസം കാരണം നാട് വിട്ട ഗൾഫ് മലയാളികൾ എനിക്കുള്ള നിയമസഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ എൻ്റെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ട് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് നിയമസഹായത്തിനും ഈ സസ്പെൻഷൻ വേളയിൽ എനിക്ക് ശമ്പളം ഇല്ലാത്തതിനും ഗൾഫ് മലയാളീസും കേരളത്തിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും വിദേശത്തുള്ളവരും പിന്നെ കേരളത്തിലുള്ളവരും അന്യസംസ്ഥാനത്തുള്ളവരും എല്ലാവരും എനിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ട് എൻ്റെ അക്കൗണ്ട് നമ്പർ ചോദിച്ചിട്ടുണ്ട്. അതായത് സാലറി ഇല്ലാത്ത സമയത്ത് എങ്ങനെ ജീവിക്കുന്നത്, നിയമസഹായം എങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട്. ഇപ്പം ഞാൻ അവരെ നിയമസഹായം വാങ്ങാത്തത് ഞാനൊരു ഡേറ്റ് കണ്ടിട്ടുണ്ട്. എൻജിനീയറിംഗ് കോളേജിനും ഡയറക്ടർക്കും മന്ത്രിക്കൊക്കെ തിരുത്താൻ, കണ്ണൂർ ലോബിക്ക് തിരുത്താൻ ഞാനൊരു സമയം കണ്ടിട്ടുണ്ട് എൻ്റെ മുന്നിൽ. അത് കഴിഞ്ഞാൽ ഞാൻ നിയമത്തിൻ്റെ വഴിക്ക് പോകും. ഇവർക്ക് വിവരമില്ലെങ്കിൽ എനിക്ക് വിവരം വേണ്ടേ?
അപ്പം എനിക്കെതിരെ ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ചവരും എനിക്കെതിരെ പിന്നെ നഗ്നത എഴുതി വെച്ചവനെ പ്രൊട്ടക്റ്റ് ചെയ്തവരൊക്കെയാണ് ഇതിലെ പ്രതികൾ. അപ്പം അവർ തീർച്ചയായിട്ടും നിയമത്തിൻ്റെ മുന്നിൽ വരണം. പിന്നെ എന്നെ നിയമത്തിൻ്റെ വഴിയല്ലാതെ ഇപ്പം ഇരിക്കുന്ന ഗുണ്ടായിസം കാണിക്കുന്ന പ്രിൻസിപ്പാളും അയാളെ വാക്ക് കേട്ടിട്ട് എനിക്കെതിരെ ഓർഡർ അടിച്ച DTയും സ്വയം തിരുത്താനുള്ളൊരു സമയം കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ഫറും സസ്പെൻഷനും ക്യാൻസലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡേറ്റ് എൻ്റെ മുന്നിൽ ഞാൻ വെക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൽ ഇവൻ്റെ അടുത്തൊന്നും അത് വെക്കേണ്ട ആവശ്യമോ ഇവരൊന്നും വീട്ടിൽ പോകേണ്ട ആവശ്യമില്ല. ഇത് സർക്കാർ സ്ഥാപനമാണ്. ഇത് ഇവരെ തറവാട്ട് വകയല്ല. എനിക്കെതിരെ ഒപ്പ് ശേഖരിക്കുക, എനിക്കെതിരെ നഗ്നത എഴുതി വെക്കുക, ഒരു സ്ത്രീനെ അപമാനിക്കുക, ഒന്നും അല്ലാത്തൊരു പുഴുവിന് വേണ്ടി മീറ്റിംഗ് വിളിക്കുക, അതൊക്കെ ചെയ്യുക. പക്ഷേ ഞാൻ എൻ്റെ പിറകിലാരാന്ന് പറഞ്ഞില്ല, അതിലേക്ക് വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ എന്നെ നേരിടുന്നത് ഇതുവഴിയാണെങ്കിൽ നിങ്ങളെ നേരിടാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ലോകമാണ്. മലയാളികൾ എവിടെയുണ്ടോ? കേരളത്തിലെ CPMൻ്റെ ഗുണ്ടായിസം അനുഭവിച്ചവരെവിടെയുണ്ടോ? വലിയൊരു കൂട്ടായ്മയാണ് എന്നെ പിറകുന്ന പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അവരെനിക്ക് സാമ്പത്തിക സഹായം, നിയമസഹായം എന്തിനു വേണമെങ്കിലും ഉണ്ട്. പിന്നെ കോളേജിലുണ്ടായ എല്ലാ സെക്ഷൽ ഹരാസ്മെൻറ്റും നെഗറ്റീവായിട്ട് സംസാരിച്ചതും എല്ലാം നിങ്ങൾ തുറന്നു പറഞ്ഞു. ലോകത്താരും പേടിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. എൻ്റെ മുന്നിൽ നാളെ ജീവിക്കണമെന്നോ പലിശക്ക് പൈസ കൊടുക്കണമെന്നോ പ്രിൻസിപ്പാൾ അധികാര കസേര വേണമെന്നോ HODൻ്റെ അധികാര കസേര വേണമെന്നോ ലാബിലെ ടെസ്റ്റിങ് നടത്തിയിട്ട് പൈസ ഉണ്ടാക്കണമെന്നോ ഒന്നും എൻ്റെ മുന്നിൽ ഇല്ലാത്തൊരു കാര്യമാണ്. പിന്നെ എൻ്റെ മക്കളെല്ലാം സെറ്റിൽഡാണ്. പിന്നെ ഞാനിപ്പം തന്നെ ഈ വീട്ടിൽ നിൽക്കുന്നതും ഇത്രത്തോളമൊക്കെ ചെയ്യുന്നതിൻ്റെയൊക്കെ കാരണം അമ്മയാണ്. അപ്പോൾ എനിക്കിനി മുന്നോട്ട് ഏതില്ല യാതൊരു ആഗ്രഹങ്ങളോ വെട്ടിപ്പിടിക്കാനോ കീഴടക്കാനോ അധികാര കസേര വേണമെന്നോ കൂടെ ജോലി ചെയ്യുന്നവരെ ശല്യം ചെയ്യണമെന്നോ അലിഗേഷൻസ് വെക്കണമെന്നോ ഒന്നും എനിക്കില്ല. പിന്നെ സർക്കാരിനെ വിമർശിക്കണമെന്നില്ല, ഒന്നും എനിക്കില്ല. സർക്കാരിനെ വിമർശിക്കാനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിനെ വിമർശിക്കാനും ബഹുമാനപ്പെട്ട മന്ത്രിനെ വിമർശിക്കാനൊക്കെ എനിക്ക് സാഹചര്യം ഉണ്ടാക്കി തന്നത് ഏറ്റവും ക്രിമിനൽ മൈൻഡിൽ കണ്ണൂരെ ഗുണ്ടായിസത്തിൻ്റെ ലോബി വാഴുന്ന എൻജിനീയറിംഗ് കോളേജ് ഭരിക്കുന്ന രാജേഷ് K എന്നുള്ളൊരു പ്രിൻസിപ്പാളാണ് ഇൻചാർജ്. പ്രിൻസിപ്പാൾ എന്ന് പറയുന്നത് എനിക്കറിയില്ല. അതും കുറേ പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. അയാൾ അങ്ങനെയൊന്നും അർഹിക്കുന്നില്ല എന്നില്ല, അതായത് നിയമവശം. അപ്പം അവരാണ് എന്നെ ഇത്രത്തോളം പബ്ലിസിറ്റിയും ഇത്രത്തോളം ലോക ജനങ്ങളെ മുന്നിലും എത്തിച്ചത്. ഇവരെ നിയമാനുസൃതമല്ലാത്ത നടപടിയാണ്. അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞു വരാനുള്ള വേറൊരു കാരണം, ഞാൻ എൻ്റെ ഒരാഗ്രഹമേ എൻ്റെ മക്കളടുത്ത് വെച്ചിട്ടുള്ളൂ. മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതായത് എന്നെ വെട്ടിക്കൊന്നാലും ഞാൻ ആത്മഹത്യ ചെയ്യൂല. വെട്ടിക്കൊന്നാലും ആസിഡ് ഒഴിച്ച് കൊന്നാലും മണ്ണെണ്ണ ഒഴിച്ച് കൊന്നാലും സാധാരണ പോലെ കഴുത്ത് ഞെക്കി കൊന്നാലും എങ്ങനെ കൊന്നാലും ഒരു 30 വർഷം CPMൻ്റെ ഗുണ്ടായിസ് അനുഭവിച്ച ഒരു വ്യക്തി, ഒറ്റപ്പെടുത്തൽ, വീട് വളയിൽ, തെമ്മാടിത്തരം, വാതിൽ മുട്ടൽ, ഇങ്ങനെ ഒരുപാട് പറയാൻ പറ്റാത്തത്ര ദ്രോഹിച്ചതും ഇപ്പോൾ എനിക്കെതിരെ നടത്തുന്ന കണ്ണൂർ ലോബീൻ്റെ അക്രമവും ഒറ്റപ്പെടലും ഭർത്താവില്ലാത്ത ജീവിതവും മക്കളെ വളർത്തിയതും ഒരുപാട് ഒരു 5 സിനിമയൊക്കെ തീരാത്ത അത്രയും കഠിനത അനുഭവിച്ചൊരു വ്യക്തിൻ്റെ തലച്ചോറ് പെരിയാർ മെഡിക്കൽ കോളേജിലേക്ക്, ആ സഹനത്തിൻ്റെ തലച്ചോറ്, എൻ്റെ ഇത്രയും പീഡനം ഏറ്റുവാങ്ങിയ എൻ്റെ തലച്ചോറിൻ്റെ കാര്യം ശരീരം എടുക്കും. അപ്പം ഇത്രയും വലിയൊരു പീഡനം ഏറ്റുവാങ്ങി ഈ ബോഡി ഇന്നും ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു അത്ഭുതമാണ്. അത് പെരിയാർ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് കൊടുക്കണം. പിന്നെ സർക്കാർ വണ്ടിയിൽ വന്നിട്ടില്ല അനുശോചനോ, ദ്രോഹിച്ച നാട്ടുകാർക്ക് എൻ്റെ ശരീരം കാണാനോ ഒരവസരവും കൊടുക്കരുതെന്ന് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഈ മാധ്യമം വഴിയും പുറത്തു വിടുന്നു. കാരണം നാളെ രാവിലെ എൻ്റെ യൂട്യൂബ് ചാനൽ പൂട്ടും. പൂട്ടുന്നതിന് മുന്നേ പറയുവാണ്. അപ്പം ഒരു കഥ കടച്ച് 5 എണ്ണം തുറക്കും. ഒരു യൂട്യൂബ് ചാനൽ പൂട്ടിക്കഴിഞ്ഞാൽ 5 യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങും. അപ്പം മെനക്കെടുന്ന ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്ന ഡോക്ടറേറ്റ് എടുത്ത എല്ലാവരും അതും കൂടി ഒന്ന് ചിന്തിക്കണം. ഒന്ന് പൂട്ടുമ്പോൾ ഞാൻ 5 എണ്ണം തുറക്കും. പിന്നെ അപ്പം എനിക്ക് ആ ആഗ്രഹമേ ഉള്ളൂ. ഇത്രയും സഹിച്ച് ജീവിച്ച് ഇവിടെ വരെ എത്തി പിന്നെയും അനുഭവിക്കുന്ന ഞാൻ ഈ സമയം വരെ ഒരു അസുഖമൊന്നുമില്ലാതെ
ആരോഗ്യത്തോടെ ഇങ്ങനെയൊക്കെ ആയിട്ട് പൊരുതിയിട്ടൊക്കെ ജീവിക്കാൻ എനിക്ക് എൻ്റെ ശരീരത്തിൽ എക്സ്ട്രാ വല്ല കെമിക്കൽസും ഉണ്ടോ, എന്നെ എനിക്ക് കിട്ടുന്ന പ്രചോദനം എന്താണെന്ന് ഒന്ന് പെരിയാർ മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിക്ക് പഠിക്കാൻ എൻ്റെ സ്റ്റോറി അടക്കം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് പിൻ ചെയ്തിട്ടായിരിക്കണം എൻ്റെ ശവം അവിടെ കൊടുക്കുന്നത്. ഇത് മാത്രമാണ് എൻ്റെ ലൈഫിലുള്ള ഒറ്റ ആഗ്രഹം. അത് ഞാനിവിടെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നെ ഈ ഒരു തരത്തിലേക്ക് ഈ ഒരു മീറ്റിംഗ് വിളിക്കാനും ഇതുപോലെ പ്രതിഷേധിക്കാനും മുഖ്യമന്ത്രിനെയും വിദ്യാഭ്യാസ മന്ത്രിനെയും ഒക്കെ ഞാൻ തെറി വിളിച്ചു എന്ന് വിളിച്ചിട്ടില്ല. പ്രതിഷേധം അറിയിച്ചതാണ്. ആരും തെറി വിളിച്ചിട്ടില്ല. അതിൻ്റെ മേലെ സസ്പെൻഷൻ അടിക്കാനും ഇത്രയും എന്നെ ദ്രോഹിക്കാനും ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്തത് സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫസ്റ്റ് ഗ്രേഡ്, സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD, പിന്നെ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പാൾ എന്ന് അവകാശപ്പെടുന്ന അദ്ദേഹം, ഇവരൊക്കെയാണ് എന്നെ കോളേജിൽ നിന്ന് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ എന്നെ പിടിച്ചു നിർത്തി ഇത്രയും എന്നെ ലോക രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ ഒരാൾ ജീവിക്കുന്നുണ്ടെന്നും എനിക്ക് ഇന്ന പോലെ പ്രശ്നങ്ങളുണ്ടെന്നും എനിക്കവരെ സപ്പോർട്ട് ഇതൊക്കെ തന്നിട്ട് എന്നെ കോളേജിൽ നിന്ന് എൻ്റെ ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു പ്രേരക ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നത് ഈ 3 ആൾ, ഒപ്പ് ശേഖരിക്കുന്നവർ, എനിക്കെതിരെ മീറ്റിംഗ് വിളിക്കുന്നവർ, അതിൽ പങ്കെടുക്കുന്നവർ, ഇവരൊക്കെ തന്നെയാണ് എൻ്റെ ഊർജ്ജം. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇവരൊക്കെ തന്നെയാണ് എൻ്റെ ഊർജ്ജം. അപ്പം നിങ്ങൾ ഇതേപോലെ തുടരണം. ഞാൻ എൻ്റെ വഴിക്കും തുടരും. ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവരും സധൈര്യം എനിക്കെതിരെ നീങ്ങാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. അതേപോലെ ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാവും. നിങ്ങൾ കൊന്നില്ലെങ്കിൽ ജീവിച്ച് തന്നെ കാണിച്ചു തരും. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ മീറ്റിങ്ങിൽ എന്നോട് സഹകരിച്ച മുഴുവൻ ജീവനക്കാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലില്ല നന്ദി. അപ്പോൾ മറ്റൊരു കുളിസീൻ പ്രതിഷേധമായിട്ട് അടുത്ത എപ്പിസോഡിൽ അടുത്ത വീഡിയോയിൽ കാണാം.